അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പരിശുദ്ധ റമദാനിൽ അൽബിർ സംഘടിപ്പിക്കുന്ന ഇസ്തിഖാമ പ്രോഗ്രാമിലാണ് നമ്മളെത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ പുണ്യ റമദാനിൽ ധാരാളം അറിവുകൾ സമ്പാദിക്കാൻ അൽബിറിൻ്റെ ഇസ്തിഖാമ പ്രോഗ്രാമിലൂടെ നമുക്ക് സാധ്യമായി. ഇന്ന് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10-ലെ 27-ാം രാവിലാണ്. അവസാനത്തെ 10 നമുക്കറിയാം ഏറ്റവും പ്രാധാന്യമുള്ള 10ആണ്. റമദാനിലെ അവസാനത്തെ ഓരോ ദിനങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10-ലെ ഒറ്റ രാവുകൾ, 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. ഇതിൽ ഇനി നമുക്ക് ശേഷിക്കുന്നത് 20-ാം രാവും 29-ാം രാവും മാത്രമാണ്. ഈ ഒറ്റ രാവുകൾ ഏറ്റവും പുണ്യമുള്ള രാവുകളാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഖുർആൻ രേഖപ്പെടുത്തിയതുപോലെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധമായ റമദാൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. എന്നാൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അത് റമദാനിൽ എന്നാണ്? അത് ലൈലത്തുൽ ഖദറിലാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലൈലത്തുൽ ഖദർ. എന്നിട്ട് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് നബിയെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാവാണ് ലൈലത്തുൽ ഖദർ. ഒറ്റ രാത്രി കൊണ്ട് 1000 മാസത്തേക്കാൾ പുണ്യം ലഭ്യമാക്കുക. പൂർവ്വകാല സമുദായങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവർ 1000 വർഷം ജീവിച്ചവരുണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തൊക്കെ 1000-ലേറെ വർഷങ്ങൾ അവർ ജീവിച്ചിരുന്നു. 2000 വർഷം വരെ ജീവിച്ചവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം 100 വയസ്സ് ജീവിച്ചാൽ തന്നെ നമ്മൾ മുത്തശ്ശനെന്നും മുത്തശ്ശി എന്നൊക്കെ പറയാറുണ്ട്. പൊതുവെ അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ പൂർവികർ 2000 വർഷം ജീവിച്ചു, അതല്ലെങ്കിൽ 1000 വർഷം ജീവിച്ചു, 950 വർഷം ജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേവലം ജീവിക്കുന്നത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ എങ്ങനെയാണ് അവരെപ്പോലെ നമുക്ക് നന്മ ചെയ്ത്, അവരെപ്പോലെ കൂടുതൽ നന്മ ചെയ്ത് സ്വർഗത്തിൽ കടക്കാൻ കഴിയുക? സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ടാകും. സഹാബാ കിറാമിനും ഈ ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വന്നുപോയി. പൂർവികരായ ആളുകൾ 2000 വർഷമൊക്കെ ജീവിച്ചിട്ട് അത്ര വർഷത്തെ ഇബാദത്തുമായിട്ട് നാളെ പരലോകത്ത് വരുമ്പോൾ നമ്മൾ കേവലം 100 വർഷമോ അതിൻ്റെ താഴെയുള്ള വർഷം മാത്രമായിരിക്കും ഇബാദത്ത് ചെയ്തിരിക്കുക. എങ്ങനെയാണ് നമുക്ക് അവരെപ്പോലെ അമലുള്ളവരായിട്ട് മാറാൻ കഴിയുക? അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത്, പേടിക്കണ്ട, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. എന്താ ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അത് 1000 മാസത്തേക്കാൾ പുണ്യമാണ്. 1000 മാസത്തേക്കാൾ പുണ്യമാണ് ഒരു രാവ് എന്ന് പറഞ്ഞാൽ, ഓരോ റമദാനിലും ഒരു ലൈലത്തുൽ ഖദർ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ഏകദേശം 83 വർഷം ഇബാദത്ത് ചെയ്ത കൂലി ഒറ്റ രാവ് കൊണ്ട് കിട്ടുകയാണ്. അപ്പോൾ ഒരാൾക്ക് 10 വർഷം ഇവിടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു. 10 വർഷം ലൈലത്തുൽ ഖദർ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ 830-35 വർഷത്തോളം ഇബാദത്ത് ചെയ്ത കൂലി ലഭിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പൂർവികർ 2000 വർഷം ജീവിച്ചിട്ട് കിട്ടുന്ന അതേ പ്രതിഫലം 100 വർഷത്തിൻ്റെ താഴെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നു. അതിനുവേണ്ടി ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു നൽകിയ ഏറ്റവും നല്ല രാവാണ്, ഏറ്റവും പുണ്യം നിറഞ്ഞ രാവാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. 20 വർഷവും 50 വർഷവും 60 വർഷമൊക്കെ നമ്മൾ ജീവിക്കുകയും ആ ജീവിക്കുന്ന വർഷം അത്രയും ഓരോ റമദാനിലും നമ്മൾ ഉപയോഗപ്പെടുത്തി ലൈലത്തുൽ ഖദർ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ
അൽഹംദുലില്ലാ, നമ്മൾ രക്ഷപ്പെട്ടു. അവർ 2000 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, 1500 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്രതിഫലം ഈ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് നമുക്ക് സമ്പാദിച്ചെടുക്കാൻ സാധിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതാവാൻ സാധ്യതയുള്ള, ഏറെ സാധ്യതയുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. ഇന്ന് രാത്രി നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുക. 25 രാവിനാണെന്ന് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരുപാട് ന്യായങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ഇന്നാണെങ്കിൽ ഇന്നത്തെ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ 83 വർഷക്കാലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഇന്നത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത? വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീ. ഇന്നത്തെ രാത്രി അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ കോടാനുകോടി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു മലക്കല്ല, രണ്ടല്ല, 1000-അല്ല, 10,000-അല്ല, ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് മലക്കുകൾ. അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകളെക്കുറിച്ച് പറഞ്ഞത് അക്സറു മിൻ അദദിൽ ഹസ്വ. ഭൂമിയിലുള്ള ചരക്കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ എത്രയാണോ ഉള്ളത് എണ്ണി തീർപ്പാക്കാൻ കഴിയില്ലല്ലോ, അതിലേറെ മലക്കുകൾ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകൾ വരുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം, നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പരിശുദ്ധരായ മലക്കുകൾ നമ്മുടെ വീടിൻ്റെ അരികിൽ വരുമെന്നാണ്, നമ്മുടെ അടുക്കലേക്ക് വരുമെന്നാണ്. ലൈലത്തുൽ ഖദറിൽ നമ്മൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുകയാണെങ്കിൽ പരിശുദ്ധരായ മലക്കുകൾ നമ്മളെ കൈപിടിക്കുമെന്നാണ്, മുസാഫഹത്ത് ചെയ്യുമെന്നാണ്. അങ്ങനെ മലക്കുകൾ ആരുടെയെങ്കിലും കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ നമ്മുടെ ഹൃദയം ലോല ഹൃദയമായി അള്ളാഹുലേക്ക് അടുക്കപ്പെട്ട ഹൃദയമായിട്ട് മാറും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഏറെ സാധ്യതയുള്ള ഇന്നത്തെ രാത്രി കൂടുതൽ ഉപയോഗപ്പെടുത്തുക. ഇന്ന് അള്ളാഹു നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാൻ നിൽക്കുകയാണ്. കൂടുതൽ ചോദിക്കേണ്ടത് എന്താണ്? ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിച്ച, നബിയെ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിൽ, ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാത്രിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താണ് പറയേണ്ടത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ, ആയിഷ, നീ എന്ന് പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്ർ നീ അധികരിപ്പിക്കണം, ഈ പ്രാർത്ഥന നീ അധികരിപ്പിക്കണം. ആയിഷ, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹുവേ, ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ അഫ്വ് ചെയ്യുന്നവനാണ് റബ്ബേ. തുഹിബ്ബുൽ അഫ്വ, നീ അഫുവിനെ, വിട്ടുവീഴ്ചയെ, എന്തൊക്കെ ഞങ്ങൾക്കൽ സംഭവിച്ചു പോയാലും അതൊക്കെ പുറത്തു തരാൻ നീ ഇഷ്ടപ്പെടുന്നവനാണല്ലോ റബ്ബേ. അതുകൊണ്ട് ഫഅഫു അന്നി, എന്നോട് നീ അഫ്വ് ചെയ്യണമെന്ന് മനമൊരുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഏറ്റവും കൂടുതൽ ഇന്നത്തെ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മനമൊരുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുക. ജീവിതത്തിൻ്റെ ദുർബല നിമിഷങ്ങളിൽ എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്തു കൂട്ടിയത്. നമ്മുടെ കണ്ണുകളെ കൊണ്ട്, നമ്മുടെ കാതുകളെ കൊണ്ട്, കൈകളെ കൊണ്ട്, കാലുകളെ കൊണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ കൊണ്ട് അനേകായിരം തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ പുറത്തു തരാൻ അള്ളാഹു കാത്തിരിക്കുന്ന ദിവസമാണ്. ഇന്ന് മനമൊരുക്കി പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു പുറത്തു തരും, ഒരു സംശയവുമില്ല. അങ്ങനെ ഇന്നത്തെ രാത്രി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. രാത്രി എത്ര ഹയാത്താക്കാൻ കഴിയുമോ അത്ര ഹയാത്താക്കുക. തസ്ബീഹ് നിസ്കാരം കഴിയുന്നവരൊക്കെ ആ തസ്ബീഹ് നിസ്കാരം ഇന്നത്തെ രാത്രി നിർവഹിക്കുക. എത്ര ഓതിത്തീർക്കാൻ കഴിയുമോ ഒരക്ഷരം, സാധാരണഗതിയിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം ഓതുമ്പോഴേക്കും ലിക്കുല്ലി ഹർഫിൻ അശ്റു ഹസന, ഒരക്ഷരം ഓതുമ്പോഴേക്ക് 10 കൂലിയാണെങ്കിൽ ലൈലത്തുൽ ഖദർ അങ്ങനെയല്ല, അതിൻ്റെ 10 മടങ്ങ് പ്രതിഫലമാണ് ലഭിക്കുന്നത്. എത്ര ഓതി തീർക്കാൻ കഴിയുമോ ഇന്നത്തെ രാവിൽ ഓതി തീർക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ റബ്ബിനോട് പറയുക. അള്ളാഹു എല്ലാം തീരുമാനിക്കുന്ന രാത്രിയാണ്. അതാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ നന്മകൾ തീരുമാനിക്കപ്പെടുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതം ഭാസുരമാകുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി മനം ഒരുക്കിന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ലൈലത്തുൽ ഖദർ ആസ്വദിക്കുന്ന സാലിഹീങ്ങളിൽ
മുത്തക്കീങ്ങളിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, പടച്ചവനെ, സ്വർഗം സമ്പാദിക്കുന്ന സ്വാലിഹീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ റഹ്മാനെ, പ്രതികൂലമാക്കല്ല റഹ്മാനെ. ജീവിതത്തിൻ്റെ ദുർബല നിമിഷങ്ങളിൽ അനേകായിരം തെറ്റുകൾ സംഭവിച്ചു പോയ പാപികളാണ് റബ്ബേ. ഞങ്ങളെല്ലാവരുടെയും പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ റഹ്മാനെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.